ഡൽഹി ഹൈക്കോടതിയിൽ SFIO ആയി ബന്ധപ്പെട്ട അന്വേഷണം ചലഞ്ച് ചെയ്തുകൊണ്ട് CMRL നൽകിയിരുന്ന കേസിലെ ഹിയറിംഗിന്റെ സമയത്ത് SFIO അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാണെന്ന് പറഞ്ഞ് നടത്തിയ പരാമർശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നിങ്ങളൊന്ന് കാണാമെന്ന് വിചാരിച്ചത്. ആദ്യമായി ആമുഖമായി എനിക്ക് പറയാനുള്ളത്, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്തതും ഞങ്ങൾ ഉന്നയിച്ചതുമായ കാര്യങ്ങളെ അടിവരയിടുന്ന 100% ഞങ്ങൾ പറഞ്ഞ കേവലം ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ അധിക്ഷേപങ്ങളോ അല്ല, അതിന്റെ ഫാക്ച്വൽ ബേസ് അത് ആധികാരികമായ തെളിവുകളാണ് എന്ന് കോടതി മുമ്പാകെ വരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം ആദ്യം ഈ മാസപ്പടി വിഷയം നിയമസഭയിലും പൊതുസമൂഹത്തിനു മുമ്പിലും ഉന്നയിച്ചപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് പിണറായി വിജയന്റെ മകളുടെ കമ്പനിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് എന്നും ഇതിൽ അനധികൃതമായ ഒന്നുമില്ല എന്നും ഇത് അനാവശ്യമായ വേട്ടയാടലാണ് എന്നും പറഞ്ഞ് വീണ വിജയന്റെ കമ്പനിക്കും പിണറായിയുടെ കുടുംബത്തിനും പരിചയ തീർക്കാൻ ശ്രമിച്ചത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റായിരുന്നു. സ്വാഭാവികമായിട്ടും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് അതീവ ഗൌരവമുള്ള കാര്യങ്ങൾ കോടതി മുമ്പാകെ വന്ന പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ച് ഇപ്പോഴും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായം ഇതുതന്നെയാണോ എന്നറിയാൻ താൽപര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്നലത്തെ SFIOയുടെ അഭിഭാഷകന്റെ സബ്മിഷനിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു സേവനവും നൽകാതെ എക്സാലോജിക് എന്ന് പറയുന്ന കടലാസ് കമ്പനിക്ക് CMRL പണം നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണ് എന്ന് പറയുകയുണ്ടായി. ഇതിനു മുമ്പ് ഇന്ററീം സെറ്റിൽമെന്റ് റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ PV എന്ന പരാമർശവും PV എന്നാൽ പിണറായി വിജയനാണ് എന്നും പറഞ്ഞ് ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിച്ചപ്പോൾ ഒരു വട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നു നിന്ന് യാതൊരു ഉളുപ്പും മാനവുമില്ലാതെ നാഴികയ്ക്ക് 40 വട്ടം, ഇപ്പൊ അദ്ദേഹം അധികം പറയുന്നില്ല, ഈ കൈകൾ ശുദ്ധമാണ് എന്ന് കൈമലർത്തി പറയുന്ന പിണറായി വിജയൻ പറഞ്ഞു, PV ആരൊക്കെ ആകാം, ആ PV ഞാനല്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്. ഞാൻ അതിന് മറുപടിയായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നു, ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിൽ പരാമർശിച്ചിരിക്കുന്ന PV പിണറായി വിജയനല്ല എന്ന് തെളിയിച്ചാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് മറുപടി പറയാനോ പിന്നീട് അതിനെ റെസ്പോണ്ട് ചെയ്യാനോ പിണറായി വിജയനോ CPMO തയ്യാറായിട്ടില്ല. അവരത് അവിടെ വിട്ടു. ഇപ്പോ ഡൽഹി ഹൈക്കോടതിയിൽ SFIOയുടെ അഭിഭാഷകൻ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കമ്പനിക്ക് കോടാനുകോടി രൂപ നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതാരാണ് എന്ന് പറയാനുള്ള ബാധ്യത, കാരണം കേരളത്തിലാണ് പേയ്മെന്റ് നടന്നത്, കേരളത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്, അത് പറയാനുള്ള ബാധ്യത പിണറായി വിജയനോ അല്ലെങ്കിൽ CPMനോ ഉണ്ട്. വീണ വിജയൻ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം അവർ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ അവര് വാ തുറന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡില് CMRL എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും കോടാനുകോടി രൂപ വീണ വിജയൻ വാങ്ങിയത് കൂടാതെ പിണറായി വിജയനും വാങ്ങിയെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം അടിവരയിടുന്ന സ്റ്റേറ്റ്മെന്റാണ് SFIOയുടെ അഭിഭാഷകന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പിണറായി വിജയൻ അഴിമതിക്കാരനും കരിമണൽ കമ്പനിയിൽ നിന്നും കോടാനുകോടി രൂപ കൈക്കൂലി വാങ്ങിയ വ്യക്തിയുമാണ് എന്ന് ഇതിനേക്കാളും ആധികാരികമായി ഇനി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇതൊക്കെ ആയിരിക്കുമ്പോഴും ഒരു കാര്യം കൂടി ഇതിന്റെ അകത്ത് പ്രത്യേകിച്ചുണ്ട്. ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ പറയും, കേരളത്തിലെ ആളുകളെ സംബന്ധിച്ച് ഇന്ന് ഈ കഴിഞ്ഞ കുറെ കാലമായി 8 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിൽ ഉടലെടുത്ത അഴിമതികൾ
നിരവധിയായ അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനെതിരെ അന്വേഷണം നടത്തേണ്ട അന്വേഷണ ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ആ പരാതി നൽകിയതിനു ശേഷം അതിന്റെ പേരിൽ നടപടികൾ ആരംഭിച്ചു എന്ന് പറയുകയും ആ നടപടികൾ മുന്നോട്ടു പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഇതുവരെ കാര്യങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.